ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി നിർമ്മിക്കുന്ന പുതിയ പ്രവേശന കവാടത്തിൻ്റെയും നടപ്പുരയുടെയും നിർമ്മാണം പൂർത്തിയായി. ജൂലൈ 7-നാണ് ഇരുനിലകളോടുകൂടിയ പുതിയ പ്രവേശന ഗോപുരത്തിൻ്റെ സമർപ്പണ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. കേരളീയ വാസ്തു ശൈലിയിൽ നിർമ്മിച്ച ശില്പങ്ങളോടുകൂടിയ തൂണുകളിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ പുതിയ പ്രവേശന ഗോപുരവും നടപ്പന്തലും നിർമ്മിച്ചിരിക്കുന്നത്. കൊത്തുപണികളുടെയും ദാരുശില്പങ്ങളുടെയും അലങ്കാരങ്ങളോടെയാണ് പുതിയ 2 നില ഗോപുര കവാടം ഇനി ക്ഷേത്രത്തിലേക്ക് ഭക്തരെ വരവേൽക്കുക. ഗോപുരത്തിന്റെ മുകളിലെ താഴികക്കുടങ്ങളുടെ സമർപ്പണം നേരത്തെ പൂർത്തിയായിരുന്നു. പ്രവേശന ഗോപുരത്തിന്റെ താഴെ ഭാഗത്ത് ആഞ്ഞിലി മരത്തിൽ കൊത്തിയെടുത്ത അഷ്ടദിക്പാലകർ, ബ്രഹ്മാവ്, വ്യാളി രൂപങ്ങൾ എന്നിവ കാണാനാവും. പ്രവേശന കവാടത്തിന്റെ 4 തൂണുകളിലായി ശ്രീ ഗുരുവായൂരപ്പൻ, വെണ്ണക്കണ്ണൻ, ദ്വാരപാലകർ എന്നിവരുടെ ശില്പങ്ങളും കൊത്തിയെടുത്തിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം ശ്രീകോവിൽ ശില്പിയായ ഇളവള്ളി നാരായണൻ ആചാര്യയുടെ മകൻ ഇളവള്ളി നന്ദനും സംഘവുമാണ് പ്രവേശന കവാടം ഒരുക്കിയത്. 2023 ഏപ്രിലാണ് കിഴക്കേ നടയിൽ പ്രവേശന ഗോപുരത്തിന്റെ നടപ്പന്തലിന്റെയും നിർമ്മാണം ആരംഭിച്ചത്. 20 തൂണുകളാണ് നടപ്പന്തലിലുള്ളത്. ഓരോ തൂണിലും സിമന്റിൽ ചെയ്ത ദശാവതാരങ്ങളും കൃഷ്ണശില്പങ്ങളും ഉണ്ടാകും. ഗോപുരത്തിന് മുകളിലായി സ്ഥാപിക്കുന്ന 3 താഴികക്കുടങ്ങൾ ചെമ്പിലാണ് വാർത്തത്. 4 തട്ടുകളുള്ള ഇതിന് 5.5 അടി ഉയരമുണ്ട്. ഇത്രയും വലിയ താഴികക്കുടങ്ങൾ ഗോപുരങ്ങളിൽ സ്ഥാപിക്കുന്നതും അപൂർവമാണ്. 93 കിലോ ഞവരനെല്ലാണ് 3 താഴികക്കുടങ്ങൾ നിറയ്ക്കാൻ വേണ്ടി വന്നത്.